നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടാവുകയാണ്. മിസൈലുകളും ഡ്രോണുകളും പ്രതിരോധിച്ചു എന്ന് മന്ത്രാലയം. ഖത്തർ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കും ഇറാൻ ആക്രമണം ഉണ്ടായി. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ശരിയാണ്. സുരേഷ്, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ സൈന്യം സജ്ജമാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ആക്രമിക്കുമ്പോൾ പ്രത്യാക്രമണം ആ രീതി തുടരും, പ്രതിരോധം തുടരുമെന്നുള്ളതാണ് ഇറാന്റെ ഈ വിഷയത്തിലെ നിലപാട് എന്ന് പറയുന്നത്. ഇപ്പോൾ യുഎഇയിൽ എവിടെയൊക്കെയാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത്? സാരമായിട്ടുള്ള, അതായത് വലിയ തോതിലുള്ള ആക്രമണങ്ങളാണോ ഉണ്ടായത്? അക്ഷയ, ഗൾഫ് രാജ്യങ്ങളിൽ 4 ഗൾഫ് രാജ്യങ്ങളിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നും പുലർച്ചെ ആക്രമണം ഉണ്ടായത്. അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ. കുവൈറ്റിലും ബഹ്റൈനിലും കഴിഞ്ഞയിടയ്ക്കൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും 69 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് UAEക്ക് നേരെ ആക്രമണം ഉണ്ടാക്കുന്നത്. പുലർച്ചെ UAE സമയം 6 മണിയോട് കൂടിയിട്ടായിരുന്നു ആക്രമണം. മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഉണ്ടായിരുന്നത്. അത് പക്ഷേ പ്രതിരോധിച്ചു എന്ന് UAE പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ഖത്തറിലേക്കും ഉണ്ടായിട്ടുള്ള ആക്രമണം. കുവൈറ്റിലും ബഹ്റൈനിലും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ള ഡ്രോൺ, മിസൈൽ ആക്രമണ ശ്രമങ്ങളാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക്, 4 ഗൾഫ് രാജ്യങ്ങളിലേക്കും ഉണ്ടാകുന്നത്. എവിടെയും വലിയ നാശനഷ്ടം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ ആളപായമോ മറ്റ് ആളുകൾക്ക് പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങൾ വന്നിട്ടില്ല. എല്ലാം ആകാശത്ത് വെച്ച് തന്നെ ഡ്രോണുകളും മിസൈലുകളും പ്രതിരോധിച്ചു എന്നാണ് ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണം ഇറാനിലേക്ക് അമേരിക്ക ഇന്നലെ രാത്രി നടത്തിയിരുന്നു. ബന്ദർ അബ്ബാസ് ഏറ്റവും പ്രധാനപ്പെട്ട ഇറാന്റെ തെക്കൻ ഇറാനിലെ ഏറ്റവും വലിയ തുറമുഖമാണ്. അതോടൊപ്പം തന്നെ ബുഷ്ഹറിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. ബുഷ്ഹർ ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റ് ഉള്ള സ്ഥലമാണ്, ആണവ കേന്ദ്രമുള്ള ഒരു സ്ഥലമാണ്. അവിടേക്കൊക്കെ ശക്തമായിട്ടുള്ള ആക്രമണം അമേരിക്ക നടത്തിയിരുന്നു. അതിന്റെ ഒരു തിരിച്ചടിയാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ നൽകിയത്. ഏതായാലും ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു എന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മേഖല സംഘർഷഭരിതമാണ്. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകുന്നത്. ആക്രമണം തുടരുന്നു ഇറാൻ എന്നുള്ളതാണ്. UAEയിൽ പല മേഖലകളിലേക്ക് ആക്രമണം ഉണ്ടാവുന്നു. സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.